കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 3ാം എഡിഷൻ ജനുവരി 9, 10, 11 തീയതികളിൽ ശ്രീനിവാസൻ നഗറിൽ വടകര ടൗൺ ഹാളിൽ നടക്കും. 9 വൈകുന്നേരം 3:30 KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിക്കും. പ്രമുഖ സാഹിത്യ, രാഷ്ട്രീയ, സാംസ്കാരിക പ്രവർത്തകർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ സംബന്ധിക്കും. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ, ഭാരവാഹികളായ ലത്തീഫ് കല്ലറയിൽ, സർവോത്തമ മാഷ്, വിളമ്പിലാട് നാരായണൻ, ഹരീന്ദ്രൻ കരിമരപ്പാലം ഉൾപ്പെടെയുള്ളവർ. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 3ാം പതിപ്പ് ജനുവരി മാസം 9, 10, 11 തീയതികളിൽ വടകര ടൗൺ ഹാളിൽ നടക്കുകയാണ്. 9-ാം തീയതി വൈകുന്നേരം 3:30 KC വേണുഗോപാൽ MP ആണ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തുടർന്ന് 2 ദിവസങ്ങളിലായി 60 സെഷനുകളിൽ വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള സംവാദങ്ങളും സംഭാഷണങ്ങളും അതുപോലെ കലാപരിപാടികളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളെപ്പറ്റി ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ സംസാരിക്കും. കടത്തനാട് സാഹിത്യോത്സവം അതിൻ്റെ 3ാം പതിപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. മുൻ വർഷങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ പ്രോത്സാഹനം യഥാർത്ഥത്തിൽ. അതുകൊണ്ട് മുൻ വർഷങ്ങളേക്കാൾ വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഈ വർഷം കടത്തനാട് സാഹിത്യോത്സവം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. പല ആധുനികങ്ങളായ വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൻസിയും അതുപോലെ PMCയും ഒക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. തത്വചിന്തയും കവിതയും രാഷ്ട്രീയവും പരിസ്ഥിതി ബോധവും നൃത്തവും സംഗീതവും എല്ലാം ഇവിടെ വിഷയമായി വരുന്നു. മറാത്തി എഴുത്തുകാരനായിട്ടുള്ള ഗേക്വാദ്, ബംഗാളി പത്രപ്രവർത്തകനായിട്ടുള്ള സൗർജ്യ ഭൗമിക്, ഇവരൊക്കെ അതിഥികളായി ഈ ദിവസങ്ങളിൽ വന്നു ചേരുന്നു. കേരളത്തിലെ പ്രമുഖരായ എല്ലാ ചിന്തകരും അതുപോലെ എല്ലാ എഴുത്തുകാരും, സക്കറിയ ഉൾപ്പെടെ ഇവിടെ വന്നു ചേരുന്നു ഈ ദിവസങ്ങളിൽ. രാജശ്രീ, ഈ വർഷത്തെ നൃത്തപ്രഭയായി തിരഞ്ഞെടുക്കപ്പെട്ട രാജശ്രീ വാര്യർ നൃത്തത്തെക്കുറിച്ച് ഭരതനാട്യത്തിൻ്റെ ലാവണ്യം എന്ന വിഷയത്തിൽ ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷനും ക്ലാസ്സും എടുക്കുന്നുണ്ട്. അതുപോലെ പ്രശസ്ത ഗായകനായിട്ടുള്ള കാവാലം ശ്രീകുമാറിൻ്റെ 1 മണിക്കൂർ സെഷൻ വേറെ ഉണ്ട്. തിലകൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ശബ്ദ നാടകം അവസാന ദിവസം ഇവിടെ അവതരിപ്പിക്കുന്നു. മറ്റൊരു നാടകം പ്രകാശം പരത്തിയ പെൺകുട്ടി ആ ദിവസം തന്നെ ഉണ്ടാകും. അത് കൂടാതെ സംഗീതത്തിൻ്റെ ഇടങ്ങളുണ്ട്, നൃത്തത്തിൻ്റെ ഇടങ്ങളുണ്ട്, ചർച്ചകളുണ്ട്, ആനന്ദിനെക്കുറിച്ചുള്ള അതുപോലെ പ്രഭാഷണത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഉണ്ട് ഇവിടെ. അങ്ങനെ ടെലഗ്രാഫ്സിലെ R രാജഗോപാലൻ, KC നാരായണൻ, MN കാരശ്ശേരി, സുനിൽ P ഇളയിടം, ഇങ്ങനെ കേരളത്തിലെ ഇന്നത്തെ ചിന്താലോകത്തിലെ എല്ലാ പ്രമുഖരും ഓരോരുത്തരായി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. 3 ദിവസവും കൂടി ഏതാണ്ട് 60ഓളം സെഷനുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ആകമാനം സജീവമായിട്ടുള്ള ഈ ഉത്സവം പുതിയ യുവാക്കളെ പ്രത്യേകം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജൻസി പോലെ ഒരു വിഷയം ഇവിടെ വന്നു ചേരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് 2-3 സെഷനുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ 2 വേദികളിലായി തുടർച്ചയായി ഇടവേളകളില്ലാതെ ഇവിടെ സംവാദങ്ങൾ നടക്കുകയാണ്. അങ്ങനെ സംവാദ നിർഭരമായിട്ടുള്ള 3 ദിവസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാ സഹകരണത്തോടും കൂടി അത് നന്നായി നടക്കണം എന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ